യൂണിറ്റ് 2 ഹൈഡ് ആൻഡ് സീക്ക് അതിലെ ആക്ടിവിറ്റി ബുക്കാണ് ഇന്ന് എടുക്കുന്നത്. ഫസ്റ്റ് ആക്ടിവിറ്റി എന്താ? ഫോളോ ദി ആരോസ് ആൻഡ് റൈറ്റ് നമ്പേഴ്സ് ഇൻ ഓർഡർ. ഇവിടെ കുറെ ആരോസ് തന്നിട്ടുണ്ട്. ആരോസ് ഫോളോ ചെയ്തിട്ട് നമ്പേഴ്സ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഫസ്റ്റ് നമുക്ക് ഇവിടെ സർക്കിളിൽ നമ്പർ തന്നിരിക്കുന്നത് 20 ആണ്. then കുറെ ആരോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ 38 തന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് 50 തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ 20 മുതൽ 50 വരെയുള്ള നമ്പേഴ്സ് ഓർഡറിൽ സർക്കിളിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഏത് സർക്കിളിലാണ് എഴുതേണ്ടത്? ഏതിലാണോ ആരോ പോകുന്നത് ആ സർക്കിളിൽ നമ്പർ എഴുതുക കേട്ടോ. നെക്സ്റ്റ് നമ്പർ എഴുതി പോവാ. 20 കഴിഞ്ഞാല് 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37. നമുക്ക് നെക്സ്റ്റ് 38 അവിടെ തന്നിട്ടുണ്ട് അല്ലെ. then 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, then 50 നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഇങ്ങനെ ഫില്ല് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ഡ്രോ ഷേപ്സ് ടു ഷോ ഈച്ച് നമ്പർ, റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ് ആൾസോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഷേപ്സ് കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെയാ റെക്ടാംഗിൾ ഉണ്ട്, സർക്കിളും ഉണ്ട്. റെക്ടാംഗിളിന് എത്രയാന്ന് പറയുന്നുണ്ട് അല്ലെ. എത്രയാണ്? ഒരു റെക്ടാംഗിള് 10 ആണ്, ഒരു സർക്കിള് 1 ആണ് കൊടുത്തിട്ടുണ്ട് അല്ലെ. 53 ആണ് അല്ലെ നമ്പർ. അവിടെ എങ്ങനെയാ കാണിച്ചിരിക്കുന്നത്? 5 റെക്ടാംഗിൾസ് വരച്ചിരിക്കുന്നു. അതായത് 5 tens ആണ് അല്ലെ. 5 tens അല്ലെ 50. എത്ര സർക്കിൾസ് കൊടുത്തിട്ടുണ്ട്? 3 സർക്കിൾസ്. സർക്കിൾ എത്രയാന്നാ പറയുന്നത്? 1s ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ 3 സർക്കിൾസ് എന്ന് പറയുമ്പോ 3 ആയില്ലേ. അപ്പൊ 50 + 3 53 അങ്ങനെ കേട്ടോ. എത്ര ടെൻസ് ആണ്? അവിടെ ഡാഷ് ടെൻസ് ഡാഷ് വൺസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എത്ര ടെൻസാ? 5 10 3 1s എന്ന് എഴുതുക കേട്ടോ. പക്ഷെ നമ്പർ 35 ആണ്. നമുക്കറിയാം 35 എത്ര ടെൻസ് ആണ്? 3 tens ആണ്. എത്ര വൺസ് ആണ്? 5 1s ആണ്. അപ്പൊ നമ്മളിവിടെ എത്ര റെക്ടാംഗിൾസ് വരയ്ക്കണം? 3 റെക്ടാംഗിൾസ് വരയ്ക്കണം. എത്ര സർക്കിൾസ് വരയ്ക്കണം? 5 സർക്കിൾസ് വരയ്ക്കണം കേട്ടോ. കളർ ചെയ്യും വേണം കേട്ടോ. ഡാഷ് ടെൻസ് ഡാഷ് വൺസ് എന്നുള്ള സ്ഥലത്ത് എഴുതണം കേട്ടോ. അതായത് 3 10 5 1s എന്ന് എഴുതുക. നെക്സ്റ്റ് 22 ആണ്. ഇതേപോലെ ചെയ്യണം. 22 എത്ര ടെൻസ് ആണ്? 2 tens ആണ്. എത്ര വൺസ് ആണ്? 2 1s ആണ്. അപ്പൊ നമ്മളിവിടെ എത്ര റെക്ടാംഗിൾസ് വരയ്ക്കണം? 2 റെക്ടാംഗിൾസ് വരയ്ക്കുക. എത്ര സർക്കിൾസ് വരയ്ക്കണം? 2 സർക്കിൾസ് വരയ്ക്കുക. ഇവിടെ എഴുതും വേണം 2 10 2 1s എന്ന് എഴുതുക കേട്ടോ. 46 ആകുമ്പോ 4 tensഉം 6 1sഉം ആണ് ഉള്ളത് അല്ലെ. 46 4 റെക്ടാംഗിൾസും വരയ്ക്കുക, 6 സർക്കിൾസും വരയ്ക്കുക കേട്ടോ. ചുവടെ എഴുതണം 4 10 6 1s എന്ന് എഴുതുക. ആക്ടിവിറ്റി എന്താണ്? ഇവിടെ 3 കോളം പോലെ തന്നിട്ടുണ്ട്. എന്താ? റൈറ്റ് ദ നെക്സ്റ്റ് നമ്പർ എന്നാണ് ഫസ്റ്റ് വണ്. then റൈറ്റ് ദ മിഡിൽ നമ്പർ എന്ന് തന്നിട്ടുണ്ട്. then റൈറ്റ് ദ പ്രീവിയസ് നമ്പർ. അങ്ങനെയാണ് അല്ലേ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ദ നെക്സ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ അടുത്ത നമ്പർ എഴുതാനാണ്. റൈറ്റ് ദ മിഡിൽ നമ്പർ എന്ന് പറഞ്ഞാൽ നടുക്കിലത്തെ നമ്പർ എഴുതാനാണ്. റൈറ്റ് ദ പ്രീവിയസ് നമ്പർ എന്ന് പറഞ്ഞാൽ മുൻപത്തെ നമ്പർ എഴുതാനാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം. റൈറ്റ് ദ നെക്സ്റ്റ് നമ്പറിൽ ഫസ്റ്റ് വൺ 19 ആണ്. 19 കഴിഞ്ഞാൽ വരുന്ന നമ്പർ ആഫ്റ്റർ 19 എത്രയാ? 20 ആണ് അല്ലെ. അടുത്തത് നോക്കാം. 29 കഴിഞ്ഞാൽ വരുന്ന നമ്പർ 30 ആണ്. then നമ്പർ ആഫ്റ്റർ 9 എത്രയാണ്? 10 ആണ്. നമ്പർ ആഫ്റ്റർ 10 11. നമ്പർ ജസ്റ്റ് ആഫ്റ്റർ 38 എത്രയാ? 39. 30ക്ക് ശേഷം വരുന്ന നമ്പർ 31. then 33 കഴിഞ്ഞാൽ 34 41 16 27 അങ്ങനെ പോയി കേട്ടോ. റൈറ്റ് ദ മിഡിൽ നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നടുക്കിലത്തെ നമ്പർ എഴുതാനാണ്. ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്നിരിക്കുന്നത്? നമ്പർ ബിറ്റ്വീൻ 39 and 41. ഏതാ നമ്പർ? 40. നെക്സ്റ്റ് നോക്കുക. 19ഉം 21ഉം ആണ് തന്നിരിക്കുന്നത്. നമ്പർ ബിറ്റ്വീൻ 19 and 21 ഏതാ? 20. 37ഉം പിന്നെ 38 39 അങ്ങനെയല്ലേ വരിക. നെക്സ്റ്റ് 16 കഴിഞ്ഞാൽ 17 പിന്നെ 18. 24 കഴിഞ്ഞാൽ 25 then 26. 48 കഴിഞ്ഞാൽ 49 then 50. then 29 കഴിഞ്ഞാൽ 30 31. 10 കഴിഞ്ഞാൽ 11 12. 18 കഴിഞ്ഞാൽ 19 then 20. 22 കഴിഞ്ഞാൽ 23 then 24. ഇവിടെയൊക്കെ മിഡിൽ നമ്പേഴ്സ് ആണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് റൈറ്റ് ദ പ്രീവിയസ് നമ്പർ. തൊട്ട് മുന്നത്തെ നമ്പർ എഴുതാനാണ് അല്ലെ. ഇവിടെ 30 തന്നിട്ടുണ്ട്. then നെക്സ്റ്റ് 31 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. നമ്പർ ജസ്റ്റ് ബിഫോർ 12 എത്രയാ വരിക? 11 ആണ്. then നമ്പർ ജസ്റ്റ് ബിഫോർ 22 എത്രയാ? 21. നമ്പർ ജസ്റ്റ് ബിഫോർ 48 എത്രയാണ്? 47. then നെക്സ്റ്റ് 38 ഇതിന്റെ മുമ്പത്തെ നമ്പർ എത്രയാ? 37. then 50യുടെ തൊട്ട് മുൻപത്തെ നമ്പർ എത്രയാ? 49. 33യുടെ മുൻപിലത്തെ നമ്പർ എത്രയാ? 32. then 30യുടെ എത്ര വരിക? 29. 20യുടെ മുന്നത്തെ നമ്പർ 19. 15ന്റെ മുന്നത്തെ നമ്പർ 40. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ.
നെക്സ്റ്റ് ആക്ടിവിറ്റി ലെറ്റ്സ് സ്പിൻ ദ വീൽ. വീല് കറക്കുക കേട്ടോ, ചക്രം കറക്കാനാണ്. അവിടെ കുട്ടി എന്താ പറയുന്നത്? ഐ വിൽ സ്പിൻ ഫസ്റ്റ് എന്ന് പറയുന്നു അല്ലെ. ഞാൻ ഫസ്റ്റ് കറക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. പ്ലേ ദ ഗെയിം ഇൻ ദ ക്ലാസ് 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ക്ലാസ്സിലും ഈ കളി കളിക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമുക്ക് നമ്പേഴ്സ് ഈച്ച് ഗോട്ട് തന്നിട്ടുണ്ട്. ഓരോരുത്തർക്കും കിട്ടിയ നമ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ദിയയ്ക്ക് 23 ആണ്, അർജുന് 49, ഷിഫയ്ക്ക് 23, മനാഫിന് 45, നിയയ്ക്ക് 36, ജെൻസന് 12. ഹു ഗോട്ട് ദ ലാർജസ്റ്റ് നമ്പർ? ആർക്കാണ് ഏറ്റവും വലിയ നമ്പർ കിട്ടിയെന്ന് കേട്ടോ. അവിടെ നമ്പറും എഴുതണം, നെയിമും എഴുതണം. അപ്പൊ നമ്പർ എത്രയാ? 49 ആണ് അല്ലെ. ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് ലാർജസ്റ്റ് നമ്പർ എത്രയാ? 49 ആണ്. നെയിം എന്നുള്ള ബോക്സിൽ അർജുൻ എന്ന് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹു ഗോട്ട് ദ സെയിം നമ്പർ എന്നാണ് അല്ലെ. ആർക്കാണ് ഒരേ നമ്പർ കിട്ടിയെന്നാണ്. അവിടെ ഫസ്റ്റ് നമ്പർ എഴുതണം. ഏതാണ്? സെയിം നമ്പറിൽ 23 ആണ് അല്ലെ. 23 നമ്പർ എഴുതുക. നെയിം എഴുതുക. ആർക്കൊക്കെ കിട്ടിയത്? ദിയയ്ക്കും ഷിഫയ്ക്കും ആണ് അല്ലെ. ദിയ ആൻഡ് ഷിഫ എന്ന് അവിടെ എഴുതുക കേട്ടോ. ഹു ഗോട്ട് ദ സ്മോളസ്റ്റ് നമ്പർ? ഏറ്റവും ചെറിയ നമ്പർ കിട്ടിയത് ആർക്കാണ്? നമ്പർ എത്രയാ? 12 ആണ്. ആർക്കാണ് കിട്ടിയത്? ജെൻസൺ ആണ് അല്ലെ. നെയിമിന്റെ അവിടെ ജെൻസൺ എന്ന് എഴുതുക കേട്ടോ. നെക്സ്റ്റ് ഹൗ മെനി ബോക്സസ്? ഇവിടെ ബോക്സസ് എത്ര ഉണ്ട് എന്ന് കണ്ടെത്താനാണ് കേട്ടോ. ഇവിടെ കളർ ചെയ്ത ബോക്സസും ഉണ്ട്, കളർ ചെയ്യാത്ത ബോക്സസും ഉണ്ട്. കളർ ചെയ്ത ബോക്സസ് എത്രയാന്ന് കൗണ്ട് ചെയ്ത് എഴുതണം. കളർ ചെയ്യാത്ത ബോക്സസ് എത്രയാന്ന് കൗണ്ട് ചെയ്ത് എഴുതണം. ടോട്ടൽ നമ്പർ ഓഫ് ബോക്സസും കാണണം കേട്ടോ. ഫസ്റ്റ് കളർ ചെയ്ത ബോക്സസ് എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓരോ റോയിലും 10 ബോക്സസ് വീതമാണ് അല്ലെ. എത്ര റോസ് ആണ് കളർ ചെയ്തിരിക്കുന്നത്? 2 റോസ് കളർ ചെയ്തിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് റോയില് 10 ബോക്സസ് ഉണ്ട്, കളർ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് റോയിലും 10 ബോക്സസ് ആണ് അല്ലെ. അപ്പൊ മൊത്തം എത്ര ടെൻസ് ആ? 2 ടെൻസ് ആണ്. അപ്പൊ 20 ബോക്സസ് ആണ് കളർ ചെയ്തിരിക്കുന്നത്. അപ്പൊ 20 എന്ന് അവിടെ എഴുതുക കേട്ടോ. ദെൻ കളർ ചെയ്യാത്തത് എത്രയാണ്? ഇവിടെ ലാസ്റ്റ് 3 റോസ് കളർ ചെയ്തിട്ടില്ല അല്ലെ. അപ്പൊ എത്ര ബോക്സസ് ആണ് കളർ ചെയ്യാത്തത്? 3 ടെൻസ് അല്ലെ. 10 + 10 + 10 എത്രയാ? 30 അല്ലേ. അപ്പൊ 30 ബോക്സസ് ആണ് കേട്ടോ കളർ ചെയ്യാത്തത്. ഇനി ടോട്ടൽ എഴുതാം. എന്താണ്? കളർ ചെയ്തത് എത്രയാ? 20 ആണ് അല്ലെ. കളർ ചെയ്യാത്തത് എത്രയാ? 30 ആണ്. 20 + 30 എത്രയാ? 50 ബോക്സസ് ഉണ്ട് അല്ലെ. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അടുത്തത് ലെറ്റ്സ് കളർ ദ ബോക്സസ് അക്കോർഡിംഗ് ടു ദി നമ്പേഴ്സ് ഗിവൺ. എന്താണ്? ബോക്സസ് കളർ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതെങ്ങനെയാ? യെല്ലോ കളർ ബോക്സസ് എത്രണ്ണം വേണം? 25ഉം ബ്ലൂ കളർ ബോക്സസ് 15ഉം അങ്ങനെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബോക്സസ് എല്ലാം കളർ ചെയ്യാം. അതുപോലെ ചെയ്യാം കേട്ടോ. ദെൻ എന്താണ് ക്വസ്റ്റ്യൻ? ടോട്ടൽ നമ്പർ ഓഫ് കളേർഡ് ബോക്സസ്. എത്ര കളേർഡ് ബോക്സസ് ഉണ്ടെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 25ഉം 15ഉം ആണ് അല്ലെ. 25 + 15 എത്രയാ? 25 + 10 35. 35ന്റെ കൂടെ ഒരു 5ഉം കൂടി ആഡ് ചെയ്ത 40. ബോക്സില് 40 എന്ന് എഴുതുക. ദെൻ ഹൗ മെനി ബോക്സസ് ആർ ലെഫ്റ്റ് അൺകളേർഡ്? ഇനിയും ബാക്കി എത്ര ബോക്സസ് കളർ ചെയ്യാത്തത് ഉണ്ട് എന്നാണ്. എത്ര ബോക്സസ് കളർ ചെയ്തത് നമ്മൾ കണ്ടെത്തി? 40 ബോക്സസ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ബോക്സസ് എത്രയാ? 50 ആണ്. 50ൽ നിന്ന് 40 പോയാൽ എത്രയാ? 10 അല്ലേ. 10 എന്ന ബോക്സിൽ എഴുതുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇതിലെ ബാക്കി ആക്ടിവിറ്റീസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ബൈ.